ഹലോ എവരിവൺ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാണ്. എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പ്ലുമേറിയ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ. അപ്പോൾ പ്ലുമേറിയയുടെ ഗൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുടെ പേര് ഷിയാസ് എന്നാണ് കേട്ടോ. ഷിയാസ് നമുക്ക് പ്ലുമേറിയയുടെ ഒരു ക്യാപ്പും ബാഗും തന്നിട്ടുണ്ടായിരുന്നു. ആ ബാഗിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ട്രാവൽ ഏജൻസി പ്ലുമേറിയ. ഇത് എനിക്ക് എൻ്റെ ക്യാപ്പും കിട്ടിയിട്ടുണ്ട്, ബാഗും കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ക്യാപ്പും ഓരോ ബാഗും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാഗും കൂടി തൂക്കെടുത്തു. ഈ ബാഗിൽ എന്താ നോക്കട്ടെ, എനിക്ക് കിട്ടിയിട്ടുള്ള ബാഗ്. പ്ലുമേറിയ കാർഡ്സ്, സെക്കൻഡ് ടിക്കറ്റ്, ഒരു ടിഷ്യൂ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് വിശക്കുമ്പോ നമുക്ക് കഴിക്കാം. പ്ലുമേറിയയുടെ ഒരു കാർഡുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ബാഗിലുള്ളത്. ജഗ്ഗുവിനൊന്നും കിട്ടിയിട്ടില്ലേ? ഇതാണ് ഞങ്ങളുടെ ട്രിപ്പിന്റെ സ്പോൺസർ. ഇപ്പൊ എല്ലാരും വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലുമേറിയയുടെ ആ ടീം എല്ലാവർക്കും ഈ ബാഗും ക്യാപ്പൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതേ നമ്മൾ എയർപോർട്ടിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പൊ പാസ്പോർട്ടും നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും വെരിഫൈ ചെയ്തിട്ട് അവർ നമ്മളെ അകത്തേക്ക് കയറ്റും. നമ്മളിത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ ടെർമിനൽ എൻട്രി കഴിഞ്ഞത്. ഇപ്പൊ നമ്മള് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. എയർപോർട്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ചെക്ക് ഇൻ ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന എയർലൈൻസിന്റെ കൗണ്ടേഴ്സിൽ ചെന്ന് നിൽക്കാം കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ബോർഡിംഗ് പാസ് തരും. അതിൽ നമ്മുടെ ഗേറ്റ് നമ്പറും സീറ്റ് നമ്പറും സോൺ ഏതാന്നുള്ളതൊക്കെ ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും. ചെക്ക് ഇൻ കൗണ്ടറിലാണ് നമ്മുടെ ചെക്ക് ഇൻ ബാഗേജ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് ഇൻ ബാഗിൽ യാതൊരു കാരണവശാലും ബാറ്ററി ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ വെക്കാൻ പാടില്ല കേട്ടോ. പിന്നീട് പോകേണ്ടത് ഇമിഗ്രേഷൻ്റെ ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് ഡിപ്പാർച്ചറിൻ്റെ സീൽ ചെയ്ത് കിട്ടും. 2 മിനിറ്റ് പ്രോസസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മുടെ കൈവശമുള്ള ഹാൻഡ് ബാഗ്, ക്യാബിൻ ബാഗ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ബെൽറ്റ്, വാച്ച് ഇതെല്ലാം തന്നെ ഒരു ട്രേയിലാക്കി ചെക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ് നമ്മൾ കഴിച്ചത്. ഇവിടെ ഫ്ലൈറ്റ് വരുന്ന ഒരു 11:15 ആകുമ്പോഴാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ 5 kg സ്പെഷ്യൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ് ഉള്ളത്. മലയാളി സാധനം കയ്യിലുണ്ടോ? 480 രൂപ ഉണ്ടാ സംഭവത്തിൽ. എത്രയാണ്? അപ്പോൾ നമ്മളിത് സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ബോർഡിങ് ടൈം എന്ന് പറയുന്നത് 11:15 ഞങ്ങൾ പ്ലുമേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 30 പേരടങ്ങുന്ന ടീം ഉണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ നാളെ തൊട്ടാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 11:15 ആകുമ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 4:30 ആകുമ്പോഴത്തേക്കും ബാങ്കോക്ക് എത്തും. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ പറയാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന് പോകാൻ പോണേ. വെയിറ്റിംഗ് ആണ് കേട്ടോ ബോർഡിങ്ങിന് വേണ്ടി. നമ്മൾ ഗേറ്റ് 3 ആണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് നമുക്ക് ഗേറ്റ് നമ്പർ 2 വരേണ്ടി വന്നിട്ടാണ്. നമ്മളത് ബോർഡിങ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ടൈം ആകുമ്പോഴത്തേക്ക് അവർ അനൗൺസ് ചെയ്ത് നമ്മൾ അറിയിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ബോർഡിംഗ് പാസ് വെരിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറ്റി വിടും കേട്ടോ. അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലേ ഇത്? പറയും
ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിത് ഇപ്പൊ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറിയിട്ടാ. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അമ്മേ കണ്ണേ ചേച്ചി എല്ലാരും ബേബി ആന്റി ഉറങ്ങിയ ഇവിടുത്തെ ഒരാള് പൊതിച്ചിരിപ്പുണ്ട്. ശോഭാമേനെ പറഞ്ഞു. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണേട്ടോ. നമുക്ക് ബാങ്കോക്ക് എത്തിയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ഡോൺമോ ഇന്റർനാഷണൽ എയർപോർട്ട് തായ്ലാൻഡിലാണ് കേട്ടോ ഉള്ളത്. 4:40 ഇവിടുത്തെ സമയം. 3:10 ആയി കാണും നമ്മുടെ ഇന്ത്യയിൽ. 1.5 മണിക്കൂർ സ്ലോ ആണ്. ഈ ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 200 കൂടുതൽ സിഗരറ്റോ 1 ലിറ്ററിൽ കൂടുതൽ ലിക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇടണമെന്നാണ് കേട്ടോ പറയാം. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് അലൗഡ് അല്ലെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇനി അങ്ങോട്ടുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി സ്ട്രെയിറ്റ് ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത്. Want to say good morning, good evening, or hello, we can say สวัสดีค่ะ Can you say สวัสดีค่ะ Oh, thank you. สวัสดีค่ะ Welcome to Thailand. അങ്ങനെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് നമ്മളിതേ പ്രിൻസ്റ്റൺ ഹോട്ടലിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ അല്ല കേട്ടോ ശരിക്കും സ്റ്റേ ഒക്കെ വേറെ ഹോട്ടലിലാണ്. ഇവിടെ തന്നെ 7-Eleven ഒരു സ്റ്റോർ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിറയെ 7-Eleven സ്റ്റോർസ് കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലായിടത്തും എക്സ്പെൻസീവ് ആണ്. നോക്കിക്കേ, പല കൺട്രീസിന്റെ ക്ലോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ 5:45 കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കോക്കില് 7:20 ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ വ്യത്യാസമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ റൂം നമ്പർ 802. കാർഡാണ് ഇത്. ഇൻസേർട്ട് ചെയ്യുമ്പോ ഡോർ തുറക്കും. നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഹോട്ടലില്. ഇതാണ് ഇപ്പൊ നമ്മുടെ റൂം. നമുക്ക് കേറാം. ആടുതേ ഇവിടെ ഉണ്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല ബാത്റൂമാണ്. നമ്മളിവിടെ ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുക, എന്നിട്ട് ഫുഡ് കഴിക്കുക, ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുക. നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതൊക്കെ. അപ്പോൾ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. 10 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഫ്രഷ് ആയിട്ട് പോകണം.